നിങ്ങൾ ഇങ്ങനെ എന്റെ കുട്ടികളെ കൊണ്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനിപ്പോ എന്തോ വലിയ അപരാധം ചെയ്ത പോലെയാണല്ലോ പറയുന്നത്. അതെ, അപരാധം തന്നെയാ. അതെ, നിങ്ങളുടെ നിഴല് പോലും എനിക്ക് അസ്വസ്ഥതയാ. വല്ലാത്തൊരു വീർപ്പുമുട്ടല എനിക്ക് നിങ്ങളെ കാണുമ്പോ. അത് ശാലിനിയുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാ. അതിനും എന്നെ തന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? വിഷ്ണുവിന്റെ പകരക്കാരൻ അവൻ എനിക്കാവില്ല. എനിക്ക് അങ്ങനെയുള്ള ഉദ്ദേശവും ഇല്ല. മകനെ കാണാത്തൊരു അച്ഛന്റെ ദുഃഖം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു മകനായിട്ട് എനിക്ക് നിന്നു കൊടുക്കേണ്ടി വന്നു. അതാ അച്ഛന്റെ ദുഃഖം മാറ്റാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് ഞാനാവാനേ പറ്റൂ. ആർക്കും പകരമാവാൻ ഞാനില്ല. എന്നെ കൊണ്ട് അതിന് കഴിയുകയില്ല. പറഞ്ഞു മിടുക്കനാവാൻ നോക്കുകയാണോ? എന്തിന്? അതിനൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. ഞാൻ ഈ കുട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിനും പ്രായമായ വിഷ്ണുവിന്റെ അച്ഛനോടും അമ്മയോടും കാണിക്കുന്ന കലർപ്പില്ലാത്ത സ്നേഹത്തിനും ഞാൻ നൽകുന്ന ഒരു പവിത്രതയും മാന്യതയുണ്ട്. അതിന്റെ പരിശുദ്ധി എന്നിൽ ഉള്ളിടത്തോളം കാലം ഞാൻ ആർക്കു മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ ശാലിനി എന്നെ ഇങ്ങനെ ശത്രുവായിട്ട് കരുതേണ്ട കാര്യമില്ല. കാരണം ഞാൻ ശാലിനിയുടെ ഒരു സ്വത്തും തട്ടിയെടുക്കാനോ ശാലിനിയുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാനോ വന്നിട്ടില്ലല്ലോ. അങ്ങനെ ശാലിനിക്ക് തോന്നാനും സാധ്യതയില്ല. പിന്നെ എന്തിനാ എന്നോടിങ്ങനെ വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്നത്? ഒന്നും വേണ്ട. ശാലിനി ആ കുട്ടികൾ കളിക്കുന്നു നോക്ക്. എന്ത് സന്തോഷത്തോടെ അവർ കളിക്കുന്നത്. ഈ സന്തോഷം കാണാൻ വേണ്ടി തന്നെയാ അവരെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, അറിയോ? ശിവനങ്ങളെ, നമുക്കിനി ബോൾ കളിക്കാം. മക്കള് കളിച്ചോ, അങ്കിള് നോക്കി നിന്നോളാം. പറ്റില്ല, ശിവനങ്ങള് വന്നേ. വാ. ഞാൻ വരാം വരാം വരാം. വിട വിട. അങ്കിൾ അവിടെ നിന്നാ മതി, ഞങ്ങൾ പന്തിട്ട് തരാം. വിഷ്ണുവിന്റെ പകരക്കാരൻ അവൻ എനിക്കാവില്ല. എനിക്ക് അങ്ങനെയുള്ള ഉദ്ദേശവും ഇല്ല. ശാലിനി എന്നെ ഇങ്ങനെ ശത്രുവായിട്ട് കരുതേണ്ട കാര്യവുമില്ല. കാരണം ഞാൻ ശാലിനിയുടെ ഒരു സ്വത്തും തട്ടിയെടുക്കാനോ ശാലിനിയുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാനോ വന്നിട്ടില്ലല്ലോ. എന്നാ പിടിച്ചോ. സത്യ, അമ്മയെ കൂടെ വിളിക്ക്. അമ്മേ വാ, നമുക്ക് കളിക്കാം. ഇനി മതി മക്കളെ, നമുക്ക് നാളെ ആവാം. നിങ്ങളെ അമ്മ വെയിറ്റ് ചെയ്യാ, നമുക്ക് പോവാം. ഇനി മക്കള് അമ്മയുടെ കൂടെ പോകോ? ഇല്ല, ഞങ്ങൾ ശിവനങ്ങളുടെ വരൂ. ജീപ്പേ നമുക്ക് അടിച്ചു പൊളിച്ചു പോവാ. അതെ അതെ, അമ്മയുടെ കൂടെ പോയ ശോകമായിരിക്കും. വാങ്ങളെ, നമുക്ക് പോവാ. അമ്മ വന്നോളും. അമ്മ പൊയ്ക്കോ, ഞങ്ങൾ ശിവനങ്ങളിലൂടെ വന്നോളാം.